So dear friends, എല്ലാവർക്കും പ്രൊഫഷണലിന്റെ ഹൈസ്കൂൾ ടീച്ചർ ഇന്റർവ്യൂ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സുകൾക്ക് പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ വിജയ് എന്നാണ്. നമുക്കറിയാം, നമുക്ക് പരീക്ഷയിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് ഇന്റർവ്യൂവിൽ ജയിക്കണം, അതുപോലെ അധ്യാപന വൃത്തിയിൽ നമ്മൾ വിജയിക്കണം, ജീവിതത്തിലാകെയും നമ്മൾ വിജയിക്കണം. ഓക്കെ, അങ്ങനെ പല പല അർത്ഥങ്ങളുണ്ട് ഈ വിജയ് എന്ന വാക്കിന്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ കൂടി ഉദ്ദേശിക്കുന്നത് HST ഇന്റർവ്യൂക്ക് വരാൻ സാധ്യതയുള്ള, വളരെയധികം സാധ്യതയുള്ള ഓരോ ചെറിയ ചെറിയ വിഷയങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഓരോ വീഡിയോയിൽ കൂടി അവതരിപ്പിക്കുന്നത്. ഓരോ വീഡിയോക്കും 2-3 മിനിറ്റ് സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അതൊക്കെ വളരെ ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ചോദ്യം, 2020 നയം എത്ര തരം കരിക്കുലം മുന്നോട്ട് വെക്കുന്നുണ്ട്? സോ NEP 2020 അതുപോലെ തന്നെ NEP 2020 മുന്നോട്ട് വെക്കുന്ന പലതരത്തിലുള്ള കരിക്കുലം ഉണ്ട്. ഈ കരിക്കുലത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കേരളം മുന്നോട്ട് വെച്ച കേരള കരിക്കുലം ഫ്രെയിംവർക്ക്, സോ ഒരേ സമയം തന്നെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ കുറിച്ച് ചോദിക്കാം, അതേപോലെ തന്നെ കേരള കരിക്കുലം ഫ്രെയിംവർക്കിനെ കുറിച്ചും ചോദിക്കാം. സോ ഇതിനെ കുറിച്ചൊക്കെ അപ് ടു ഡേറ്റ് നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഉണ്ടാക്കി തരാൻ പ്രഫ് സ്കെയിൽ ഇവിടെ സന്നദ്ധമാണ്. പ്രഫ് സ്കെയിലിന്റെ കൂടെ ഞാനുണ്ടാവും, എന്റെ കൂടെ നിങ്ങൾ ഉണ്ടായാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ വിജയ് നിങ്ങൾക്കും നേടിയെടുക്കാവുന്നതാണ്. ഓക്കെ, സോ ചോദ്യം ഇതാണ്, 2020 ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് എത്ര തരം കരിക്കുലം എന്ന് വെച്ചാല് കരിക്കുലം പാഠ്യപദ്ധതി, മനസ്സിലായില്ലേ? കരിക്കുലത്തിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, കരിക്കുലത്തിൽ 4 കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. പലർക്കും നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളോട് പറയാൻ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാണ്. ഇവിടെ കരിക്കുലത്തില് 4 കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഞാനൊരു വൃത്തം വരച്ചു. ആ വൃത്തത്തിൽ ഞാൻ എഴുതി വിദ്യാഭ്യാസത്തിന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും. ഇതാണ് കരിക്കുലത്തിലെ ഒരു ഭാഗം. ഇനി ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ, കുട്ടികളുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളും ചെലുത്തി വിടണം. അപ്പൊ എന്തൊക്കെയാണ് ചെലുത്തി വിടേണ്ടത് കുട്ടികളുടെ മനസ്സിലേക്ക്? അതാണ് നമ്മൾ സിലബസിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതാണ് നമ്മൾ ഉള്ളടക്കങ്ങളായിട്ട്, പാഠഭാഗങ്ങളായിട്ട് കുട്ടികളുടെ മനസ്സിലേക്ക് കടത്തി വിടുന്നത്. സോ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് കണ്ടന്റ് ആണ്. സോ രണ്ടാമത്തെ കാര്യം കണ്ടന്റ്. ഇനി ഈ കണ്ടന്റ് തയ്യാറാക്കി പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തി എവിടെയെങ്കിലും മേശമേൽ വെച്ചാൽ പോരാ, അലുമാരയിൽ വെച്ചാൽ പോരാ, അത് കുട്ടികളുടെ ബോധമണ്ഡലത്തിലേക്കും വൈകാരിക മണ്ഡലത്തിലേക്കും ഒക്കെ പഠനാനുഭവങ്ങളായി കടത്തിവിടണം. അപ്പോൾ മാത്രമേ അവരിൽ പഠന നേട്ടം ഉണ്ടാവുകയുള്ളൂ. സോ പഠന നേട്ടം ഉണ്ടാവണമെങ്കിൽ, ലേണിംഗ് ഔട്ട്കം ഉണ്ടാവണമെങ്കിൽ ലേണിംഗ് ഇൻസ്ട്രക്ഷൻ ആദ്യം ഉണ്ടാവണം. അപ്പൊ 3ാമത്തെ കാര്യമാണ് ഇൻസ്ട്രക്ഷൻ, അതായത് ബോധനം. ഇനി ഒരു കാര്യം കൂടി കരിക്കുലത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ നിർവഹിച്ചു, അതിനനുസരിച്ചുള്ള ഉള്ളടക്കങ്ങൾ നമ്മൾ തയ്യാറാക്കി, എന്നിട്ട് ആ ഉള്ളടക്കം പഠിതാക്കളിലേക്ക്, അവരുടെ ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ പഠനാനുഭവങ്ങളായി പകർന്നു നൽകി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പകർന്നു നൽകിയ കാര്യങ്ങള് നമ്മൾ നേരത്തെ ലക്ഷ്യം വെച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് നേടിയെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള വിലയിരുത്തലാണ്, അതായത് ഇവാലുവേഷൻ ആണ്. അപ്പൊ 4 കാര്യങ്ങളാണ് കരിക്കുലത്തിൽ ഉൾപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് ഈ കരിക്കുലം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധം നിങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റൂ. സോ വാട്ട് ആർ ദ 4 ബേസിക് elements of curriculum? Aims and objectives of education. Second thing, content. Third, instruction. And the 4th one,
ഇവാലുവേഷൻ. ഇതൊക്കെ കൂടി ചേർന്നതാണ് കരിക്കുലം. Now my question is, 2020 കരിക്കുലം മുന്നോട്ട് വെക്കുന്ന എത്ര തരം കരിക്കുലം മുന്നോട്ട് വെക്കുന്നുണ്ട്? നമുക്കറിയാം 4 തരം കരിക്കുലം. ഉത്തരം എഴുതിയിട്ടുണ്ട്. 4 തരം കരിക്കുലമാണ് മുന്നോട്ട് വെക്കുന്നത്. 1, 2, 3, 4. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനു മുമ്പ് നമുക്ക് 2 നയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1968 ആദ്യത്തെ നയം, രണ്ടാമത്തത് 1986 രണ്ടാമത്തെ നയം. ഈ നയങ്ങളിലൊക്കെ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ഒക്കെ മാത്രമേ പ്രാധാന്യം നൽകിയിട്ടുള്ളൂ. എന്നാൽ 2020 നയം കൂടുതൽ വിശാലമായിട്ട് കൂടുതൽ ആൾക്കാരെ കൂടി കവർ ചെയ്യുന്ന വിധത്തിലുള്ള കരിക്കുലമാണ് മുന്നോട്ട് വെച്ചത്. അത് നിങ്ങൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഒന്ന്, സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള കരിക്കുലം, അതായത് SE എന്ന് വെച്ചാൽ സ്കൂൾ എഡ്യൂക്കേഷൻ, അതായത് സ്കൂൾ എഡ്യൂക്കേഷൻ കരിക്കുലം, അതായത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ. ഇതാണ് ഇതിന്റെ പേര്. ആദ്യത്തേതാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഒരു നല്ല പരിഗണനാ വിഷയമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇത്രയധികം പരിഗണന പ്രീ പ്രൈമറി വിഷയത്തിന് നൽകിയ മറ്റൊരു നയം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അതുകൂടി ഓർക്കുക. മാത്രവുമല്ല, പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു പ്രത്യേക കരിക്കുലം 2020 നയം വിഭാവനം ചെയ്യുന്നു. ഓക്കെ, അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു കരിക്കുലം. മനസ്സിലായല്ലോ? ഒന്ന്, സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു കരിക്കുലം. 2, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷന് വേണ്ടി വേറെ കരിക്കുലം. 3, ടീച്ചർ എഡ്യൂക്കേഷന് വേണ്ടി, അധ്യാപക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വേറെ കരിക്കുലം, അതായത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ തയ്യാറാക്കുന്ന വേറൊരു കരിക്കുലം, അതായത് ടീച്ചർ എഡ്യൂക്കേഷൻ കരിക്കുലം. പിന്നെ ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു കരിക്കുലം, അതായത് മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരിക്കുലം, അതായത് അഡൽട്ട് എഡ്യൂക്കേഷൻ കരിക്കുലം അഥവാ AE. അപ്പോ എന്റെ HST ഇന്റർവ്യൂവിന് പോകുന്ന എന്റെ സുഹൃത്തുക്കളായ എല്ലാവർക്കും വേണ്ടി, പ്രപ്പ് സ്കെയിലിന് വേണ്ടി ഞാൻ പറയുന്ന കാര്യമാണ്, ഈ വിഷയം അറിയാതെ നിങ്ങൾ ഇന്റർവ്യൂ ഹാളിലേക്ക് പോകരുത്. നിങ്ങളുടെ ഒരു മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്ന 4 കരിക്കുലം? നമ്പർ 1, കരിക്കുലം ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ. നമ്പർ 2, കരിക്കുലം ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. നമ്പർ 3, കരിക്കുലം ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. നമ്പർ 4, കരിക്കുലം ഫോർ അഡൽട്ട് എഡ്യൂക്കേഷൻ. ഇതില് നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷനും ടീച്ചർ എഡ്യൂക്കേഷനും വേണ്ടിയിട്ടുള്ള കരിക്കുലം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് പരിചയമുള്ള 2 കാര്യമാണ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ എഡ്യൂക്കേഷൻ. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമാണ് എന്ത്? പ്രീ പ്രൈമറിക്ക് വേണ്ടി കരിക്കുലം. അതേപോലെ തന്നെ അഡൽട്ട് എഡ്യൂക്കേഷന് വേണ്ടി വേറെ കരിക്കുലം. ഓക്കെ, അഡൽട്ട് എഡ്യൂക്കേഷന്റെ പെഡഗോഗിയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ അറിയാത്തവർ ഇന്ന് ആദ്യമായിട്ട് പഠിക്കുക ആൻഡ്രഗോഗി. ആൻഡ്രഗോഗി സാധാരണ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ബോധന രീതിയുടെ പേര്, ബോധന ശാസ്ത്രത്തിന്റെ പേര് പെഡഗോജി എന്നാണെങ്കിൽ, മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പെഡഗോജിയുടെ പേര് ആൻഡ്രഗോജി എന്നാണ്. ഓക്കെ, അമേരിക്കൻ ചിന്തകനായ മാൽക്കം ഡോൾസ്, ഞാനിവിടെ അദ്ദേഹത്തിന്റെ പേര് എഴുതുന്ന മാൽക്കം ഡോൾസ് ആണ് വയോജന വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ആൻഡ്രഗോജി മുന്നോട്ട് വെച്ച ആളുടെ പേര് അമേരിക്കൻ ചിന്തകനായ മാൽക്കം ഡോൾസ് ആണ്. സോ ഈ പേര് മറക്കണ്ട, ആൻഡ്രഗോജി. അപ്പൊ ചുരുക്കത്തിൽ ഞാനിവിടെ ഇത്രേ പറയുന്നുള്ളൂ. 2020 ദേശീയ വിദ്യാഭ്യാസ നയം 4 കരിക്കുലം മുന്നോട്ട് വെക്കുന്നു. ഒന്ന്, കരിക്കുലം ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് കരിക്കുലം ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ.
3 കരിക്കുലം ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, 4 കരിക്കുലം ഫോർ അഡൽട്ട് എഡ്യൂക്കേഷൻ. ഇത്രയും. ഇനി എന്താണ് കരിക്കുലം? അത് ഞാൻ പറഞ്ഞു. 1 എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ, 2 അത് നേടിയെടുക്കാനുള്ള കണ്ടന്റുകള്, 3 ഈ കണ്ടന്റുകൾ പഠിതാവിലേക്ക് കടത്തിവിടുന്ന ബോധന രീതി, 4 ഇതൊക്കെ കഴിഞ്ഞാലും ഈ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള വിലയിരുത്തൽ, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് കരിക്കുലം. ഇനിയും ധാരാളം കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോ ഒരു വിധത്തിലും ഇന്റർവ്യൂവിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രൊഫ്സ്കെയിൽ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു കാര്യം കൂടി പറയാം. ഈ വരുന്ന ഡിസംബർ 1 മുതൽ ഈ ഹൈസ്കൂൾ ടീച്ചർ ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള, അതിനുവേണ്ടി മാത്രമുള്ള ഒരു ഇന്റർവ്യൂ ബാച്ച് പ്രൊഫ്സ്കെയിൽ ആരംഭിക്കുകയാണ്. വളരെ ചെറിയ തോതിലുള്ള ഫീസ് നിരക്ക് ഈടാക്കിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പ്രൊഫ്സ്കെയിലിന്റെ ഇന്റർവ്യൂ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, so I am Dr. V. Balakrishnan signing off today. See you again. Until then, goodbye.